നമുക്ക് UDF ക്യാമ്പിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ നിലവിൽ അവരുടെ ഒരു സാഹചര്യം എന്താണ്? വിവാദങ്ങൾ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് UDFനെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ വിവാദങ്ങളിൽ നിന്ന് കരകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ സ്ട്രാറ്റജി മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. നിർബൻ നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് UDF ക്യാമ്പിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നിർബൻ, ഗുഡ് മോർണിംഗ്, പെരുന്നാൾ ആശംസകൾ. വെരി ഗുഡ് മോർണിംഗ് മനു. പെരുന്നാൾ ആശംസകൾ. നമ്മളിപ്പോൾ പെരുന്നാൾ ആശംസകൾ നേരുന്നതിനൊപ്പം തന്നെ വിവിധ സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലങ്ങളിലും പെരുന്നാൾ നിസ്കാരങ്ങളിൽ, ചടങ്ങുകളിലും, മസ്ജിദുകളിലും, ഒപ്പം തന്നെ ഈദ്ഗാഹുകളിലും ഒക്കെ സന്ദർശിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആര്യയുടെ ഷൗക്കത്ത് പടിയിലുള്ള ഈ നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ ടൗണിനടുത്തുള്ള മസ്ജിദിൽ ഈദ് നമസ്കാരത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഇവിടെ നിന്ന് നമ്മൾ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. മനു, തീർച്ചയായും. അപ്പോൾ ഈ ഇന്നത്തെ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ UDF ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുവരെയുള്ളൊരു വിലയിരുത്തൽ എങ്ങനെയാണ് നിർബൻ? UDF ക്യാമ്പിൻ്റേത് അവരുടെ സ്ട്രാറ്റജി മണ്ഡലത്തിൽ ഏൽക്കുന്നുണ്ടോ? പുറത്ത് കാണിക്കുന്ന ആത്മവിശ്വാസവും ഒറ്റക്കെട്ടാണ് എന്ന സ്ഥിരം പതിവ് പല്ലവിയുമല്ല, അതിനപ്പുറത്തേക്ക് പെൻഷൻ വിവാദം അടക്കമുള്ള പ്രശ്നങ്ങൾ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് നടത്താൻ അവർ ശ്രമിച്ച നീക്കങ്ങൾ, അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ കിട്ടിയ മറുപടികൾ, ഇതൊക്കെ UDF ക്യാമ്പിനെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്താണിപ്പോൾ? തീർച്ചയായും നമുക്ക് മുഖവരയായി ഇന്നത്തെ പരിപാടികൾ കൂടി പറയണമല്ലോ. സാധാരണ ഇന്ന് ഈ പെരുന്നാളായതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളില്ല, UDF സ്ഥാനാർത്ഥിക്കും അതില്ല. ഇന്ന് പ്രധാനപ്പെട്ട ഈദ്ഗാഹുകളിൽ സന്ദർശിക്കുക, നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക, ഒപ്പം തന്നെ സ്വകാര്യ സന്ദർശനങ്ങൾ, പ്രധാനപ്പെട്ട ചില വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെയാണ് UDF സ്ഥാനാർത്ഥി ആര്യയുടെ ഷൗക്കത്തിൻ്റെ ഇന്നത്തെ പരിപാടിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ നമ്മൾ തുടർച്ചയായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, UDFന് അകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ വല്ലാതെ തുടക്കത്തിൽ തന്നെ UDFനെ അലട്ടിയിരുന്നു. കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിലേ ഉണ്ട്. പിന്നെ രണ്ടാമതാണ് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ UDFനെ ആദ്യ ആഴ്ച വല്ലാതെ ഉലച്ചിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അവസാനം 2-3 ദിവസമായി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ ആ വിവാദ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് ശേഷം അതിന് മറുപടി പറയുക എന്നതായിരുന്നു UDF നേതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ആവർത്തിച്ചുള്ള വാർത്താ സമ്മേളനങ്ങളിലെല്ലാം മുതിർന്ന നേതാക്കൾ KC വേണുഗോപാലിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് കൂടുതൽ വഷളാവുന്ന അവസ്ഥയുണ്ട്. പൊതുവികാരം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി ഇങ്ങനൊരു പ്രസംഗം നടത്താൻ പാടില്ല എന്നൊരു പൊതുവികാരം മണ്ഡലത്തിലാകമാനം ഉണ്ട്. അതിൽ ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഘടകകക്ഷികൾക്കൊക്കെ തന്നെ അതൃപ്തിയുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിവാദ പ്രസംഗത്തിലേക്ക് പോയതും അതിന് മറുപടി പറയേണ്ടി വരുന്നതും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അൻവർ ഉയർത്തുന്ന വെല്ലുവിളി ഇപ്പോഴും UDFനെ അലട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ പെരുന്നാൾ അവധിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യടനവും മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുക എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിയുടെ പരാജയം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ലക്ഷ്യത്തിൽ വയ്ക്കുകയാണ് PV അൻവറും പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഉള്ള അടിയൊഴുക്കുകൾ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയും UDF സ്ഥാനാർത്ഥിക്കും UDF നേതൃത്വത്തിനുമുണ്ട്. വിവാദങ്ങൾ മറികടക്കാനുള്ള സർവത്ര ശ്രമമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ UDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവാദത്തിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ആ വിവാദത്തിൻ്റെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി UDF വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥി ഇത്തരം വിവാദ പ്രശ്നങ്ങളിലൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആര്യയുടെ ഷൗക്കത്തിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇത്തരം വിവാദങ്ങളിൽ, വ്യക്തിപരമായി അടക്കമുണ്ടായ വിവാദങ്ങളിലും ആരോപണങ്ങളിലും താൻ മറുപടി പറയുന്നില്ല, പൊതുരാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി തുടർച്ചയായി ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എതിരഭിപ്രായമോ ചർച്ചകളോ മറ്റു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ ഒന്നും ഈ മണ്ഡലത്തിൽ UDF നേരത്തെ സ്ഥിരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളൊന്നും ഈ മണ്ഡലത്തിൽ UDF പ്രയോഗിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മലപ്പുറം വിവാദം, മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചു, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും വ്യാജ ആരോപണങ്ങളിലൊക്കെ തന്നെ UDF നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റ് ചില ധ്രുവീകരണങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും LDFൻ്റെ നേതാക്കളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നടത്തിയത്.